അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ്. തുടർന്നുകൊണ്ടിരുന്ന ക്ലാസ് ചില തടസ്സങ്ങൾ മൂലം ഇന്നലെ നടത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിരുന്നത് ഒരു സൂറത്തിനെ കുറിച്ചായിരുന്നു, സൂറത്തുൽ മാഊൻ. ഇഖ്ലാസോടുകൂടെയുള്ള അമലുകളെ കുറിച്ച് പറയുമ്പോൾ ആ സൂറത്തിനെ പരാമർശിച്ചു എന്നാണ്. അൽ മാഊൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം പരോപകാര വസ്തുക്കൾ എന്നാണ്. 7 ആയത്തുകളാണ് സൂറത്തുൽ മാഊനിലുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. അല്ലാഹു തആല പറയുകയാണ്, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, മതത്തെ വ്യാജമാക്കുന്നവൻ ആരാണെന്ന് നീ കണ്ടുവോ? പ്രവാചകരോട് അല്ലാഹു ചോദിക്കുകയാണ്, മതത്തെ വ്യാജമാക്കുന്നവൻ ആരാണെന്ന് നീ കണ്ടുവോ? ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം, അനാഥക്കുട്ടിയെ തള്ളിക്കളയുന്നവനത്രേ. അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ മതത്തെ വ്യാജമാക്കുന്നവൻ അനാഥക്കുട്ടികളെ തള്ളിക്കളയുന്നവനത്രേ. മാതുപിതൃലാളനകൾ ഏൽക്കാതെ, മാതാവിൻ്റെ പിതാവിൻ്റെ തണൽ ലഭിക്കാതെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉപ്പയെന്ന് വിളിക്കാൻ സൗഭാഗ്യമില്ലാത്ത എത്രയോ കുട്ടികളുണ്ട്. ഉപ്പയെ കാണാത്തവരുണ്ട്. ഉപ്പ എന്ന് വിളിച്ച് കൊതി തീരുന്നതിന് മുമ്പ് ഉപ്പ മരണപ്പെട്ടു പോയി അനാഥരായി വളർന്നു വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവരെയാണല്ലോ സ്വാഭാവികമായി നമ്മൾ യതീം എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, അന വകാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹാകദ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമാണെന്ന് അള്ളാഹുവിൻ്റെ റസൂല് അവിടുത്തെ 2 വിരലുകൾ അടുപ്പിച്ചുകൊണ്ട്, ചൂണ്ട വിരലും അതിന് തൊട്ടടുത്തുള്ള വിരലും അടുപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, അന വകാഫിൽ യതീമി ഫിൽ ജന്നത്തി ഹാകദ. അപ്പോൾ മതത്തെ വ്യാജമാക്കുന്നവൻ അനാഥക്കുട്ടിയെ തള്ളിക്കളയുന്നവനത്രേ. അപ്പൊ ഇവിടെ നമ്മൾ പിന്നെയും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം എന്ന ഐനിന് ഷദ്ദുണ്ടവിടെ. ഷദ്ദില്ലാതെ ഓതിയാൽ വളരെ അർത്ഥവ്യത്യാസം വരുന്നതാണ്. യദ്ഉ എന്ന് പറഞ്ഞാൽ തള്ളിക്കളയുന്ന എന്നാണ് അർത്ഥം വരുന്നത്. യദ്ഉ എന്ന് പറഞ്ഞാൽ ക്ഷണിക്കുന്ന എന്നർത്ഥം വരും. അപ്പോൾ ദീനിനെ വ്യാജമാക്കുന്നവൻ ആരാണെന്ന് നീ കണ്ടുവോ? അനാഥ കുട്ടിയെ ക്ഷണിക്കുന്നവനത്രേ എന്നർത്ഥം വരും അവിടെ ഷദ്ദു കൂട്ടാതെ ഓതിയാൽ. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന വിഷയമാണത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉ എന്ന് തന്നെ പറയണം, യദ്ഉൽ യതീം എന്നാണ്. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിൽ പ്രോത്സാഹനം നൽകാത്തവൻ, അവനുമാണ് മതത്തെ വ്യാജമാക്കുന്നവൻ. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഫവൈലുൽ ലിൽ മുസല്ലീൻ, എന്നാൽ നമസ്കാരക്കാർക്ക് തന്നെ നാശം. നമസ്കാരക്കാർക്കാകുന്നു നാശം. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, തങ്ങളുടെ നിസ്കാരത്തെക്കുറിച്ച് ശ്രദ്ധയില്ലാത്തവരായ. അല്ലദീനഹും യുറാഊൻ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരായ. വയംനഊനൽ മാഊൻ, പരോപകാര വസ്തുക്കൾ മുടക്കുന്നവരുമായ. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഈ അർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കാനുള്ളത്, മുനാഫിക്കീങ്ങളുടെ കപടവിശ്വാസികളുടെ ലക്ഷണം കൂടിയാണിത്. ഒന്ന്, മതത്തെ വ്യാജമാക്കുന്നത് കപടവിശ്വാസികളാണ്. അനാഥ കുട്ടികളെ തള്ളിക്കളയുന്നതും കപടവിശ്വാസികളാണ്. പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിൽ പ്രോത്സാഹനം നൽകാത്തവരും അവരും കപടവിശ്വാസികളാണ്. എന്ന് പറഞ്ഞാൽ കപടവിശ്വാസികളുടെ സ്വഭാവം അവരിലുണ്ട്. അതേപോലെ നിസ്കാരം വേണ്ടതുപോലെ നിലനിർത്താതെ അശ്രദ്ധവാന്മാരായി നിസ്കരിക്കുന്നവർ, അതും കപടവിശ്വാസികളുടെ ലക്ഷണമാണ്. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നതും കപടവിശ്വാസികളുടെ ലക്ഷണമാണ്.
പരോപകാര വസ്തുക്കൾ മുടക്കുന്നതും കപട വിശ്വാസികളുടെ ലക്ഷണമാണ്. ഇവിടെയുള്ള ഈ പരിശുദ്ധമായ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇത്തരം വിഷയങ്ങൾ കാപട്യമുണ്ടാക്കുന്നതാണ്. മാത്രവുമല്ല, നിസ്കാരത്തിന്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, മുനാഫിഖീങ്ങൾക്ക് ഏറ്റവും ഭാരമായ 2 നിസ്കാരമാണ്. ഒന്ന് സുബഹി നിസ്കാരവും മറ്റൊന്ന് അസ്ർ നിസ്കാരവും. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവരിൽ നിഫാഖിന്റെ അംശമുണ്ട്, കാപട്യത്തിന്റെ അംശമുണ്ട്. പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന് പ്രോത്സാഹനം നൽകൂല, സമ്പന്നന്റെ ഭക്ഷണത്തിൽ മാത്രം പ്രോത്സാഹനം നൽകുകയും സമ്പന്നന്റെ കല്യാണത്തിൽ മാത്രം പങ്കെടുക്കുകയും സമ്പന്നനെ സമ്പന്നൻ തന്നെ സഹായിക്കുന്നൊരു ചുറ്റുപാട്. കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകിക്കൊണ്ടിരിക്കുന്ന പാവപ്പെട്ടവരുടെ മനസ്സിന്റെ അകത്ത് കാരുണ്യത്തിന്റെ സുഗന്ധലേപനം പുരട്ടാൻ ആരാണ് ആഗ്രഹിക്കുന്നത്? മനസ്സിൽ നിന്നും പാവപ്പെട്ടവൻ മനസ്സിന്റെ അകത്ത് സഹായങ്ങൾ ചെയ്യണമെന്ന ചിന്ത, അങ്ങനെ പരോപകാരങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ ഹൃദയത്തിൽ നിഫാഖിന്റെ അംശം പോലും ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് നമുക്ക് താഴെയുള്ള അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ഒരുപാട് പാവങ്ങളുണ്ട്. ഭക്ഷണമില്ലാത്തവർ, വസ്ത്രമില്ലാത്തവർ, വീടില്ലാത്തവർ, ചികിത്സിക്കാൻ പണമില്ലാതെ കഷ്ടപ്പെടുന്നവർ, ചുമച്ച് ചോര തുപ്പി ഒരു ഗുളികക്ക് പോലും കഴിവില്ലാത്തവർ, ഇവരൊക്കെ നമ്മുടെ കൺമുമ്പിലുണ്ട്. നമ്മുടെ ഇടതും വലതുമൊക്കെയുണ്ട്. അവരെ സഹായിക്കുന്ന നല്ലൊരു മനസ്ഥിതി ഉണ്ടാക്കി പാവങ്ങളോട് എന്നും സ്നേഹവും അനാഥകളോട് എന്നും സ്നേഹമുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് കാപട്യം നീങ്ങും, നമ്മുടെ അമലുകൾ നന്നാകും, നമുക്ക് ഇഖ്ലാസ് ലഭിക്കും. ഈ വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ അമലുകളെ നന്നാക്കാൻ, ആത്മാർത്ഥതയുടെ നിഷ്കളങ്കതയുടെ സുന്ദരമായ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ സർവജ്ഞനും സർവാധിപതിയുമായ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.